ഹായ് ഓൾ, മിക്സ് ആൻഡ് മാച്ച് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയാണ് ബനാന കുർക്കുറെ. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്നാക്സായിട്ട് ലഞ്ച് ബോക്സിലോ സ്നാക്സ് ബോക്സിൽ നിങ്ങൾക്ക് കൊടുത്തുവിടാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷും കൂടെയാണ്. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു നേന്ത്ര ബനാന എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക റൗണ്ടായിട്ട്. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാന് വെച്ചിട്ട് ആ പാന് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. ഗീ ആഡ് ചെയ്തിട്ട് ഗീ ഒന്ന് മെൽറ്റായി കിട്ടുമ്പോൾ അതൊന്ന് എല്ലാ സൈഡും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ച് വെക്കുക, ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് ഗീ എല്ലാ സൈഡും സ്പ്രെഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന പീസസ് ഓരോന്നായിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കുക. ഇതേപോലെ 1 ബൈ 1 ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ഒരു സൈഡ് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് മറ്റേ സൈഡും നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും ഒരു 5 മിനിറ്റ് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇത് കുക്കാവുന്ന സമയത്ത് നമുക്കൊരു പ്ലേറ്റിൽ ഒരു ചെറിയ ബൗളിൽ കോൺഫ്ലെക്സ് എടുക്കുക. കോൺഫ്ലെക്സ് നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കോൺഫ്ലെക്സ് എടുക്കുക. ഇത് പ്ലെയിൻ കോൺഫ്ലെക്സ് ആണ്. ലൈറ്റായിട്ട് ഇതിന് ഷുഗറിൻ്റെ ഒരു മധുരം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് പിന്നെ ബനാനയും ചെറിയ മധുരം ഉള്ളതുകൊണ്ട് ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് 2 സൈഡും കുക്കായിരിക്കുന്ന ബനാന പീസസ് ഈ കോൺഫ്ലെക്സിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് അധികം ചൂടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൈകൊണ്ട് തന്നെ ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി പ്രഷറൊക്കെ ഇട്ടൊന്ന് പ്രസ് ചെയ്യേണ്ട, കാരണം ഇത് ഓൾറെഡി സോഫ്റ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ പീസും നമ്മൾ മുമ്പ് ബനാന കുക്ക് ചെയ്യാൻ എടുത്ത പാനിലേക്ക് തന്നെ വീണ്ടും തിരിച്ച് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് ഇത് 2 ഭാഗവും ഒന്ന് 2 മിനിറ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്നുകൂടെ നല്ലപോലെ ക്രഞ്ചി ആയിട്ട് കിട്ടും. നമുക്ക് നല്ലപോലെ 2 സൈഡും ഒന്ന് ഹീറ്റ് ചെയ്തെടുത്തിട്ട് ഇത് അത്രയേ ഉള്ളൂ പണി. പെട്ടെന്നൊന്ന് ഇങ്ങനെ ഹീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ടിഫിൻ ബോക്സിലോ അല്ലെങ്കിൽ വീട്ടിൽ ചെറിയ ഫങ്ഷനോ പാർട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത പ്രാവശ്യം നേന്ത്ര ബനാന മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.